ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു നിർണായക തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ദിവസമാണ്. അതിന്റെ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ കോടതി നിയോഗിച്ച ദിവസമാണ്. എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോഴും ഈ സ്വർണ്ണ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. നിരവധി സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുമുണ്ട്. ആ സംശയങ്ങൾക്കൊന്നും മറുപടി നൽകാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ട്. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണമാണ് ഇതുവരെ നടന്നു വന്നത്. ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ നൽകുകയുണ്ടായി. ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ശക്തമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വരുന്നതിന് ആവശ്യമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഇടക്കാല റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഗുരുതര കണ്ടെത്തലുകളാണ് ഈ വിജിലൻസ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് മനസ്സിലാകുന്നത്. ഗൂഢാലോചനയുടെ തെളിവുകൾ ലഭിച്ചതായി പറയപ്പെടുന്നു. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികൾ അത് പരസ്പര വിരുദ്ധവും അത് ഏറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് എന്നതും ഈ ഇടക്കാല റിപ്പോർട്ടിൽ വിജിലൻസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സാഹചര്യത്തിലാണ് വിശദമായ അന്വേഷണത്തിന് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിശദമായ അന്വേഷണത്തിലൂടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ദുരൂഹതകൾ മറനീക്കി പുറത്തു കൊണ്ടുവരണം എന്നതാണ് കോടതി ഈ ഇടപെടലിലൂടെ ആഗ്രഹിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളാണ് കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വലിയ രീതിയിൽ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഈ അന്വേഷണത്തിന് കോടതി നിർദ്ദേശിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും ഏറെക്കുറെ ഒരു തിരിച്ചടി എന്ന് തന്നെ പറയാം. കാരണം വലിയ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നു, വലിയ ദുരൂഹതകൾ ഈ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണത്തിലേക്ക് പോകുന്നത്. അത് സർക്കാരിനെ സംബന്ധിച്ചായാലും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചായാലും ഒരു തിരിച്ചടിയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. സ്വർണം പൂശാനെന്ന് പറഞ്ഞു കൊണ്ടുപോയ സ്വർണ്ണപ്പാളികളിൽ ഗുരുതരമായ തിരിമറികൾ നടന്നിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. ഇത് ചട്ടലംഘനമുണ്ടായിട്ടുണ്ട്. സ്വർണത്തിൻ്റെ അളവിൽ വലിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ എവിടെയാണ്, ആർക്കാണ് ഈ തെറ്റ് സംഭവിച്ചത്, ആരാണ് ഇതിന് ഉത്തരവാദി എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. ആരോപണ വിധേയനായ വ്യക്തിയെ തന്നെ വീണ്ടും എന്തുകൊണ്ട് ഏൽപ്പിച്ചു, അത് ആരുടെ തീരുമാനമായിരുന്നു, എന്തിന് അത്തരം തീരുമാനങ്ങളിലേക്ക് പോയി എന്നത് വ്യക്തമായിട്ടില്ല. തൂക്കത്തിലെ വ്യത്യാസം എങ്ങനെ ഉണ്ടായി, ഉത്തരവിൽ എന്തുകൊണ്ട് ചെമ്പ് എന്ന് രേഖപ്പെടുത്തി, അങ്ങനെ നിരവധിയായിട്ടുള്ള സംശയങ്ങൾ ഏതൊരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചും ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് നടത്തിയ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിലും വലിയ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ നടന്നതിൻ്റെ സൂചനകൾ ലഭിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തുമ്പോൾ അത് തീർച്ചയായും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും ഒരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കോടതി തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തുകൊണ്ട് ക്രിമിനൽ കേസായി ഇത് രജിസ്റ്റർ ചെയ്യുന്നില്ല, അന്വേഷിക്കുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങൾ പല കോണിൽ നിന്നും ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ കോടതി ഇടപെടലിലൂടെ തന്നെ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതുകൂടി നമ്മൾ കാണണം. എന്തായാലും ഇപ്പോൾ ദേവസ്വം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉണ്ടാകുന്നത്. ഈ കോടതി തീരുമാനം സ്വാഗതം ചെയ്തിരിക്കുകയാണ് ദേവസ്വം മന്ത്രി VN വാസവൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത്തരൊരു നിലപാടിലേക്ക് വന്നു. ഇക്കാര്യത്തിൽ കോടതി ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഈ സമഗ്രമായ അന്വേഷണം നടത്തി ബാക്കിയുള്ള വെളിയിൽ വരുമ്പോഴേക്ക് നമുക്ക് ഈ കാര്യത്തിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവും. 98 മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വരട്ടെ. അപ്പൊ ആരൊക്കെയാണ്, അപ്പൊ ഇത്തരൊരു അന്വേഷണം നടക്കരുതെന്നുള്ള ഉദ്ദേശമുള്ള ആളുകളും അതോടൊപ്പം തന്നെ മുമ്പ് കിട്ടിയ അയ്യപ്പ സംഗമത്തിന്റെ മേൽക്കത്ത് എടുക്കാൻ കഴിയുമെന്നതിന് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന പരീക്ഷണത്തിന്റെ ഉപരിക്കുമാണ് ഇത് കടന്നു വന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. തെറ്റായ രൂപത്തിൽ പ്രതിപക്ഷം ഈ കാര്യത്തെ വ്യാഖ്യാനിച്ചു, തെറ്റായ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നു, അടിസ്ഥാനരഹിതമായ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. അത് കൃത്യമായി ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടലിലൂടെ പുറത്തു വരട്ടെ.
അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ പുറത്തു വരണം എന്നത് തന്നെയാണ് ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷം അവരുടെ സ്വാഭാവികമായും അവർക്ക് ഉന്നയിക്കാൻ പറ്റുന്ന വിഷയമാണ്. അവർ ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ദേവസ്വം മന്ത്രി വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ കണ്ടതാണ്. ഏതൊരു അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു എന്നത് തന്നെയാണ് CPM-ന്റെ ഈ വിഷയത്തിലുള്ള നിലപാട്. അവർ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു, അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു. ഇന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതിന് ശേഷവും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും പറയാനുള്ളത് സമാനമായ നിലപാട് തന്നെയാണ്. ഏതൊരു അന്വേഷണവും നടക്കട്ടെ, കൃത്യമായ അന്വേഷണം നടക്കും, അന്വേഷണ ശേഷമായി ഇനി കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് എന്നതുകൂടി PS പ്രശാന്ത് പറഞ്ഞു. ശരി, അപ്പോൾ ആ സമാനമായ നിലപാട് തന്നെയാണ് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറും സ്വീകരിച്ചിരിക്കുന്നത്. അന്വേഷണം നടക്കട്ടെ എന്ന നിലപാട് പത്മകുമാറും പറയുന്നു. നമുക്കറിയാം 2019 ബന്ധപ്പെട്ടാണ് ഏറെ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അന്ന് ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിൽ എങ്ങനെയാണ് സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളായത് തുടങ്ങിയ ഏറെ സംശയങ്ങൾ ജനിപ്പിക്കുന്ന കാര്യങ്ങൾ നിലവിലുണ്ട്. അപ്പോഴും അദ്ദേഹം അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ്. അന്വേഷണത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നും അദ്ദേഹം പറയുന്നു. ദേവസ്വം വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ അവർക്ക് മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അവർ റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് പ്രത്യേക ഒരു ടീമിനെ നിയോഗിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ, അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സ്വർണം കവർന്ന കൂട്ടത്തിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അറിയേണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കാണോ ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ആരോപണ വിധേയനായ ഒരു വ്യക്തിക്ക് അവിടെ ഇത്രയധികം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞത് എങ്ങനെയാണ് അവിടുത്തെ നിയമാവലികളൊക്കെ മറികടന്നുകൊണ്ട് സ്വർണം പുറത്തു കൊണ്ടുപോകാനും പുറത്തു കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്താനും ഒക്കെ കഴിഞ്ഞത്? എത്രമാത്രം സ്വർണം കളവ് പോയിട്ടുണ്ട്? ആരൊക്കെയാണ് ഉത്തരവാദി? അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടുന്ന കാര്യമാണ്. അവിടെയാണ് നിർണായകമായ ഒരു അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കാൻ പോകുന്നത്, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച്. പക്ഷേ ഈ വിഷയത്തിൽ അങ്ങേയറ്റം ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. ഇന്ന് നിയമസഭയ്ക്കുള്ളിലും ഈ വിഷയം പ്രതിപക്ഷം കൊണ്ടുവന്നു. ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അവർ റൂൾ 15 പ്രകാരം നൽകാതെ ചോദ്യോത്തര വേള മുതൽ തന്നെ ഈ വിഷയം സഭയിൽ ഉന്നയിക്കുകയും സഭയുടെ നടുത്തളത്തിലേക്ക് വരെ ഇറങ്ങി പ്രതിഷേധിക്കുകയും ബാനറുകൾ ഉയർത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സഭ ആരംഭിച്ചത് മുതൽ നിയമസഭയ്ക്കുള്ളിൽ കണ്ടത്. സ്പീക്കറുമായും ഒക്കെ വാക്കുതർക്കത്തിൽ പ്രതിപക്ഷം ഏർപ്പെടുകയും ചെയ്തു. എന്താണ് സഭയിൽ സംഭവിച്ചത് എന്നതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. അയ്യപ്പ ഭക്തന്മാരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം കവർന്നെടുത്തിരിക്കുക. ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. സർ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. ചോദ്യം നമ്പർ 181 ശ്രീ പ്രമോദ് നാരായൺ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. നിങ്ങൾ രണ്ട് തന്നി സാർ, സ്പീക്കറെ കാണാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ചോദ്യം ഇതാണ്, പിടിക്കാനായിട്ട് അവതരിപ്പിക്കാൻ കൊള്ളാം. ഇത് ചെയ്യുന്നത് ശരിയാണോ? ഏറ്റവും പുതിയ മെമ്പർമാരെ കൊണ്ടാണോ ഈ ബാനർ പിടിപ്പിച്ച് ഇങ്ങനെ തടസ്സം ഉണ്ടാക്കുന്നത്? സാർ, അങ്ങ് കാണാത്തോണ്ട് ഞാൻ പറയാണ്, ഇങ്ങനെ ഈ നിയമസഭ ചെയ്യാൻ പാടില്ല. വലിക്കണം പ്ലീസ്. പ്രതിപക്ഷാവിനെ പോലും കാണുന്നില്ല. അങ്ങോട്ട് ബാനർ താത്താൻ പറ പ്ലീസ്. ബാനർ അങ്ങോട്ട് താത്താൻ പറ. പ്ലീസ് അംഗങ്ങൾ അവിടെ ഇരിക്കണം. കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത്. ആ ചോദ്യോത്തര വേള പോലും തടസ്സപ്പെടുന്നത് ശരിയായ രീതിയല്ല. ഇതൊരു മാന്യമായ രീതിയല്ല. ബഹുമാനപ്പെട്ട ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ സഭ ചോദ്യോത്തര വേള അനുവദിക്കണം പ്ലീസ്. ഇതൊരു അനാദരവാണ്. കേരളത്തിലെ ജനങ്ങളോടുള്ള അനാദരവാണ്. ശ്രീ PK ബഷീർ, ഒന്ന് പറ. അങ്ങ് സീനിയർ അംഗല്ലേ, ഒന്ന് പറ.
അമ്പലം വിഴുങ്ങികൾ, അയ്യപ്പന്റെ സ്വർണം കട്ടവർ തുടങ്ങിയ ബാനറുകൾ ഉയർത്തിയാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. സ്പീക്കറുടെ ഡയസിന് തൊട്ടടുത്തുവരെ എത്തിയ ആ ബാനറുകൾ ഉയർത്തിയാണ് പ്രതിപക്ഷം സഭയിൽ വലിയ രീതിയിൽ ഈ അയ്യപ്പന്റെ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിച്ചത്. ഏറ്റവും ഒടുവിൽ സ്പീക്കർ ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് എത്തി. സഭാ നടപടികൾ കുറച്ചുനേരം നിർത്തിവെച്ചു. പക്ഷേ 10 മണിയോടെ വീണ്ടും സഭ ചേർന്നുവെങ്കിലും സാഹചര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ഇത് റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകി വിഷയം അവതരിപ്പിക്കണമെന്ന തീരുമാനത്തിലായിരുന്നു ആദ്യം കോൺഗ്രസ് എങ്കിലും പിന്നീട് അത് വേണ്ട എന്ന് തീരുമാനിച്ച് നിയമസഭാ കക്ഷി യോഗത്തിലെടുത്ത തീരുമാനപ്രകാരമാണ് ചോദ്യോത്തരവേള മുതൽ ഈ വിഷയം സഭയിൽ ശക്തമായി തന്നെ ഉന്നയിച്ചത്. 10 മണിക്ക് വീണ്ടും സഭ ചേരുമ്പോഴും സമാനമായ നിലയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം സഭയ്ക്കുള്ളിൽ അരങ്ങേറുന്ന സാഹചര്യമുണ്ടായി. തുടർന്നാണ് എന്തിനാണ് പ്രതിപക്ഷം ചർച്ചയെ ഭയക്കുന്നത് എന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷത്തിനെതിരെ ആ രീതിയിൽ ചോദ്യങ്ങളെ ഭയക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഭരണപക്ഷ MLA-മാർ കൂടി രംഗത്തെത്തുന്നു നമ്മൾ കണ്ടു. അവരും ഈ ഡയസിന് ഈ സഭയുടെ നടുത്തളത്തിലേക്ക് വരെ ഇറങ്ങി വരുന്ന സാഹചര്യമുണ്ടായി. ഈ വിഷയത്തിൽ രൂക്ഷമായ വിമർശനമാണ് സഭയ്ക്കുള്ളിൽ MP രാജേഷ് ഉൾപ്പെടെയുള്ളവർ നടത്തിയത്. ഇത് ഏത് വിഷയവും ചർച്ച ചെയ്യാനുള്ള ഈ സർക്കാരിന്റെ ആത്മവിശ്വാസവും ധൈര്യവും ജനാധിപത്യ ബോധവുമാണ് സാർ വ്യക്തമാക്കുന്നത്. ഏതൊരു ചർച്ചയെയും അഭിമുഖീകരിക്കാൻ ധൈര്യമുള്ളൊരു ഗവൺമെന്റ്. അതുകൊണ്ടിപ്പോൾ പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാവാൻ പോലും ധൈര്യമില്ലാത്തവരായി മാറിയിരിക്കുന്നു. ചോദ്യോത്തരവേള സ്തംഭിപ്പിക്കുന്നത് അപൂർവം എന്നൊക്കെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഭരണപക്ഷം രംഗത്ത് വന്നത്. എന്നാൽ മുൻ സർക്കാരുകളുടെ കാലത്ത് സമാനമായ നിലപാട് ഇപ്പോൾ ഭരണപക്ഷത്തുള്ളവരിൽ നിന്നുണ്ടായിട്ടുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ പ്രതിപക്ഷവും മറികടക്കാൻ ശ്രമിക്കുന്നതൊക്കെ കണ്ടു സഭയിൽ. എന്തായാലും നോക്കൂ, ശബരിമലയുമായി ബന്ധപ്പെട്ട് വളരെ ദുരൂഹതകൾ ജനിപ്പിക്കുന്ന വലിയ ക്രമക്കേടുകളുടെ തെളിവുകളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് വലിയ ആരോപണങ്ങളാണ്. പ്രാഥമിക അന്വേഷണം നടത്തിയ വിജിലൻസിനും അത് മനസ്സിലായതുകൊണ്ടാണ് ആ ഇടക്കാല റിപ്പോർട്ട് നൽകുകയും അന്വേഷണം പ്രത്യേക സംഘത്തെ ഏൽപ്പിക്കാൻ കോടതി നിർബന്ധിതമാവുകയും ഒക്കെ ചെയ്തത്. ആ വിഷയത്തിൽ തന്നെ, ആ ഗൗരവത്തിൽ തന്നെ ഈ വിഷയത്തെ സമീപിക്കേണ്ടതുണ്ട്. പ്രതിപക്ഷ പ്രതിഷേധം ഏതെങ്കിലും തരത്തിൽ അനാവശ്യമെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. ഈ കാര്യങ്ങളിൽ വ്യക്തത വരണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ ഏതെങ്കിലും ചില ഉദ്യോഗസ്ഥരെയോ മാത്രം പഴിചാരിക്കൊണ്ടല്ല, എങ്ങനെ ഈ സംവിധാനത്തിന് ഈ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്, ആരൊക്കെ അതിന് പിന്നിലുണ്ട് എന്നതിൽ സമഗ്ര അന്വേഷണം തന്നെ നടക്കണം. ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെയാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ എന്നതിൽ ഉൾപ്പെടെ ഈ അന്വേഷണം ചെന്നെത്തണം. എന്തായാലും ഇപ്പോൾ കോടതി ആരംഭിച്ചിരിക്കുന്ന ഈ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ഇതിൽ ആരൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പുറത്തേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇനി അങ്ങോട്ട് 2 നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. ആ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഈ അയ്യപ്പനും അയ്യപ്പന്റെ സ്വർണം കട്ടവരും ആര് എന്ന ചോദ്യം തന്നെ ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമായി തന്നെ ഈ അയ്യപ്പന് ചാർത്താൻ കൊണ്ടുവന്ന സ്വർണം അവിടെ നിന്ന് ഇല്ലാതായ, നഷ്ടപ്പെട്ട സംഭവം മാറും.